അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എന്താ പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് വലിയ സ്റ്റൗ കത്തിച്ചോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല, ഒരു അടിപൊളി ഒരു സ്നാക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി സാധനം കൂടെ കേട്ടോ. നമ്മളിത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയുക ഇതിന് പൊരി, അതായത് ഇവിടെ നമ്മൾ പറയുന്നത് മുർമുറ എന്നാണ് ഈ സാധനത്തിന്. അപ്പോൾ അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് നമ്മളിവിടെ കുറച്ച് എന്താ പറയുക നമ്മുടെ കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ ഒരു പുതിനയിലയും ഒരു ചെറിയ കഷ്ണം ഒരു പച്ചമുളകും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം എല്ലാം കൂടെ നമുക്കുണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഈ മുളകുണ്ടല്ലോ നല്ല എരി, പകുതി എടുക്കുന്നുള്ളൂ. പകുതി മതി. അസാധ്യ എരി എന്ന് പറഞ്ഞാൽ അസാധ്യ. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിലിടാൻ വേറെ രണ്ട് സാധനം കൂടെ ഉണ്ട്. ഇത് നമ്മളെ വറുത്ത കപ്പലണ്ടി, അത് സ്വല്പം മതി. വറുത്ത നമ്മുടെ കടല. ഇത്ര സാധനം ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ വെള്ളം ഒഴിക്കണ്ട. ഇത് നമ്മൾ കഴുകിയതിൻ്റെ ഒരു ചെറിയ വെള്ളമായൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് നമുക്ക് ഉണക്കിയെടുത്താൽ അത്ര നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ച് സെറ്റപ്പാക്കി ഇപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുന്നത് കൺസിസ്റ്റൻസിയിൽ മതി ഈ സംഭവം നമുക്ക് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക തക്കാളി, അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു സവോള, പിന്നെ മല്ലിയിലയും, പിന്നെ എരിവിനുള്ള മുളക്. അപ്പോൾ മുളക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂട്ടോ കുറയ്ക്കോ അങ്ങനെ വേണം ചെയ്യാം. പിന്നെ നമ്മളൊരു നാരങ്ങയും കൂടെ. അപ്പോൾ ഇത്ര സാധനമാണ്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് വളരെ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഇത് സ്ട്രീറ്റ് ഫുഡാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ മുംബൈയിലെ ഒരു മെയിൻ സ്ട്രീറ്റ് ഫുഡാണ് ഈ സാധനം. അതായത് ബേൽപൂരിയുടെ വേറൊരു പതിപ്പ്. അതിന് നമ്മള് പൂരി ഇല്ലെന്നുണ്ട് സംഭവം, എന്നാണ് ഇതിന് പറയുന്നത്. കാരണം ഇത് ഇതിനകത്ത് പൂരി ഇല്ല, പിന്നെ നല്ല ഒരു ഡ്രൈ കൺസിസ്റ്റൻസി അല്ല, അപ്പൊ അതുകൊണ്ടാണ് ഒരു സൂക്കാബേൽ എന്ന് പറയുന്നത്. നമ്മൾ പൊടിച്ചു വെച്ച നമ്മുടെ ചട്നി കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ചട്നിയുടെ ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ആ ചട്നി മിസ് ഔട്ട് ആവാതെ അത് ചെയ്യണം. അതെ, ഇനിയിപ്പോ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മുടെ ജീരകപ്പൊടി, ഇത് ഒരു നുള്ളിട്ടാ മതി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടി കേട്ടോ. പിന്നെ നമുക്ക് സ്വല്പം കുരുമുളക് കൂടെ, ഇതൊക്കെ ഓപ്ഷനില്ല, വേണമെങ്കിൽ മതി. കുരുമുളക് ഈ നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഈ ചട്നി ഉണ്ടാക്കിയപ്പോ അതിന്റെ കൂടെ ഉണ്ട്. സാധാരണ നമ്മളിവിടെ ഇതിന്റെ ചാട്ട് മസാലയാണ് ഇടുന്നത്. അപ്പൊ ചാട്ട് മസാല നമുക്ക് എല്ലാവർക്കും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അതിന്റെ ഒരു ടേസ്റ്റ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടാനൊരു ചാൻസ് വളരെ കുറവാണ് സംഭവം. പക്ഷെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ നീര് കുരു മാറ്റിയിട്ട് കറക്റ്റായിട്ട് കുരു നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സാധനം കൂടെ, നാരങ്ങയുടെ കുരു എടുത്തു കഴിക്കാൻ സാധിക്കും. നാരങ്ങയുടെ കുരുവിന് കയ്പുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ സേവാണ്. സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സറൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കിട്ടുന്ന സാധനമില്ലേ, ആ സേവ് എന്ന് തന്നെ അതിന് പറയുന്നത്. ഇതാണ് സംഭവം. ഇത് അതിന്റെ ഏറ്റവും ചെറിയൊരു വകഭേദമാണെന്ന് മാത്രമേ ഉള്ളൂ. മിച്ചറിന്റെ ചെറിയ നൂല്, നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് വെറുതെ തരാനും. അപ്പൊ ഇനി നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഞെരടി ഇളക്കരുത്, ചുമ്മാ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കിയാലും മതി സംഭവം. ആ തക്കാളി ഒന്നും ഉടഞ്ഞു പോകരുത്. അതൊക്കെ ആ ഒരു എന്താ പറയുക കട്ടയായിട്ട് തന്നെ കിടക്കണം. ഈ നമ്മുടെ ഇതിന്റെ ഇതില്ലേ നമ്മുടെ പൊരി, ആ പൊരി നനഞ്ഞു പോകാത്ത പോലെ ഇളക്കി. അപ്പൊ ഇത് ഇളക്കിയതിന് ശേഷം കുറച്ച് സേവും കൂടി ഇട്ട് കൊടുത്താൽ ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ചേർക്കുക. ഈ ഇതിന്റെ അകത്ത് നമ്മുടെ കറുമുറ, അതിന്റെ അകത്ത് ഓൾറെഡി സ്വല്പം ഉപ്പ് ഉണ്ട്. മുറുമുറ, ഇവിടെ മുറുമുറ എന്ന് പറയാം. നമ്മള് എന്തുവാ അരിയുടെ പൊരി അറിയാം. നമ്മള് ശബരിമല സീസണിലാണ് ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഏത് 360 ദിവസം ഈ സാധനം എല്ലാ കടകളിലും കിട്ടും. കാരണം ഇത് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരമാണ് ഇതൊക്കെ. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി സാധനമായിരിക്കും. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടാവും. ഇപ്പം എന്താ പറയുക, സ്ട്രീറ്റ് ഫുഡായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത് കിട്ടാറുണ്ട് സംഭവം. അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി സാധനമാണ്.
വേറെ എന്താ പറയുക മാരകമായ സാധനങ്ങളൊന്നുമില്ല. തീ പോലും കത്തിക്കണ്ട. വൈകുന്നേരം ചായയുടെ കൊടുക്കുക, അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കഴിച്ചിട്ടുള്ളവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ എന്താ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി. നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് തന്നെ നാളെ കാണാം. അതിന് മുമ്പ് ഒരു കാര്യം, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നെങ്കിലുണ്ടല്ലോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ പറയുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതിൻ്റെ ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പം തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.